തുടക്കത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് പോകും എന്ന് കേരളം പ്രതീക്ഷിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ വളരെ മനോഹരമായി എങ്ങനെയാണ് കേരളത്തിന്റെ ഭൂനിയമങ്ങൾ മാറ്റാൻ പോകുന്നത് എന്ന് രേഖപ്പെടുത്തി. അതെല്ലാം ചേർന്ന് എത്തി നിൽക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് നിർബന്ധപൂർവ്വം കൊണ്ടുവന്ന ഭൂമി കച്ചവടം, പിന്നീടുള്ള ഗവൺമെന്റ് 2016 എടുത്തു കളഞ്ഞ ആ തീരുമാനങ്ങളൊക്കെ വീണ്ടും വരാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പരിഷ്കരണമാണ്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും ഭൂമി പരിഷ്കരണം. ഇതിനിടയിൽ തന്നെ നമ്മുടെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന വിധത്തിൽ ആവശ്യമായ നിയമ ഭേദഗതി വന്നു. യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് തന്നെ 5% മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ അതിന്റെ എക്സംഷൻ കൊടുക്കുന്ന 81(4) പ്രകാരം ഒരു ഭേദഗതി നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ 81(4) പ്രകാരം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമപരമായ ഭേദഗതി, പ്രസിഡന്റിന്റെ കൺസെന്റ് ഒരു നിയമമാണത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഇനി നിയമ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായിട്ട് എടുത്ത സ്റ്റെപ്പുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഭൂമാഫിയയ്ക്കും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് നൽകുന്ന ഒരു സൗകര്യങ്ങളായിരിക്കും അതുപോലെ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. കൂടുതൽ ദീർഘിപ്പിക്കല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാസക്കാലത്തിനിടയിൽ 3 ഡോക്യുമെന്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ധവളപത്രത്തിൽ പെരുപ്പിച്ച് കാണിച്ച കണക്കുകളുടെ പിൻബലത്തോടെ ഇനി കേരളത്തിൽ ഒരു ക്ഷേമ പദ്ധതിയും വരാൻ പോകുന്നില്ലാന്നും ഇനി എല്ലാം സ്വകാര്യവൽക്കരണവും PPP മാത്രമേ രക്ഷയുള്ളൂ എന്നും പറഞ്ഞു വെക്കാൻ ചില മറകളായി ഈ ഒരു മാസക്കാലത്തെ വിവിധങ്ങളായ ഡോക്യുമെന്റുകളെ ഗവൺമെന്റ് മാറ്റി എന്നുള്ള വളരെ ഗുരുതരമായ ആക്ഷേപം നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞാണ്. ഓരോ വകുപ്പുകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊടുക്കേണ്ട സംഖ്യ ഇപ്പോ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ പ്ലാൻ 35,000-ൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനം കിട്ടാത്തത് കൊണ്ട് 30,000 ആക്കുന്നു എന്ന ആമുഖത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അത് ഏതൊക്കെ മേഖലകളിലായിരിക്കും ആ കുറവുണ്ടാകാൻ പോവുക? ഏറ്റവും പ്രധാനമായിട്ട് കേരളം ആശ്രയിക്കേണ്ട ഒരു മേഖല കൃഷിയാണ്. കൃഷിക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ നീക്കിവെച്ചത് 2,071,97 രൂപയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു, അത് വകുപ്പിന്റെ മാത്രം. അതിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് 234 കോടിയാണ്. അത് കുറച്ചാലും ആ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകും എന്ന് കരുതുന്ന മാച്ചിങ് ഗ്രാന്റുകൾ ഉൾപ്പെടെ കൊടുക്കേണ്ട തുക അങ്ങ് കിട്ടില്ല എന്ന് വെച്ചാലും കേരളത്തിന്റെ തനത് പ്ലാനിൽ നിന്ന് 1,837 കോടി 22 ലക്ഷം രൂപ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റ്. അത് ഫുൾ ബഡ്ജറ്റാണ്, പാസ്സാക്കിയതാണ് കേരളത്തിന്റെ നിയമസഭ. അതിന് ഓൾട്ടർനേഷൻ കൊണ്ടുവരുമ്പോൾ കേരളത്തിന്റെ പ്ലാനിൽ 1,837 കോടി മാറ്റിവെക്കുകയും സർക്കാരിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് 234 പ്രതീക്ഷിക്കുകയും ചെയ്ത് 2,071 കോടി രൂപ മാറ്റിവെച്ച കൃഷിക്ക് ഇപ്പൊ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് 1,534 കോടിക്കാണ്. ഏത് മലയോര സംരക്ഷണത്തിന്റെ രാഷ്ട്രീയവും കഥയാണ് ഇവിടെ പറയുന്നത് നമുക്ക് മനസ്സിലായി. ഇപ്പോ ചില വാചാടോപങ്ങളുണ്ട് ഇതിനകത്ത്. മലയോര കർഷകരെ ആകെ സംരക്ഷിക്കാൻ വേണ്ടി മലയോര ക്ഷേമം എന്നൊരു ഹെഡിങ് ഉണ്ടാക്കിയിട്ട് അതിലങ്ങ് ഒരു പ്രസംഗമാണ്. മലയോര മേഖലയിൽ പട്ടയവിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹാരം കാണാം. ഒരു സുപ്രീം കോടതിയുടെ CHR കേസിൽ 1964 റൂള് പട്ടയവിതരണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ കേസ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താല്പര്യം സംരക്ഷിച്ച് പട്ടയവിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി ചെയ്യും. ഇത് AG നേരിട്ട് കേരളത്തിന്റെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇടപെട്ട് കഴിഞ്ഞ 3-4 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കേസാണ്. അത് സ്പീഡിലാക്കാൻ ഇനി AGയുടെ മുഖമോ കോടതിയുടെ വക്കീലിന്റെ മുഖമോ മാറ്റുകയെന്നല്ലാതെ സർക്കാരിന് ചെയ്യാവുന്നത് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ തന്നെയാണ്. താലൂക്കുകൾ പുനഃസംഘടിപ്പിക്കാനുള്ള പഠനം നടത്തിയ കഴിഞ്ഞ തവണ നമ്മൾ കൊടുക്കണം നിശ്ചയിച്ചാണ്. പക്ഷെ സെൻസസ് ആരംഭിച്ച ഘട്ടത്തിൽ പിന്നെ പുതിയ റവന്യൂ വിഭജനം നടത്താൻ പറ്റില്ല എന്നുള്ളത് മാറ്റിവെച്ചാണ്. ചിലത് വാചക കസരത്തായി പോകുമോ എന്നുള്ള പേടിയിട്ട് സ്വകാര്യവൽക്കരണമാണ് ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന ഏറ്റവും വേഗത്തിൽ പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായി നിക്ഷേപങ്ങളൊക്കെ കേരളത്തിലേക്ക് വന്നതിന്റെ വളരെ കൃത്യമായിട്ടുള്ള കണക്ക് ധാരണ MSME 1000 കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. MSME 1 ലക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി 110 കോടി രൂപ ആ ബഡ്ജറ്റിൽ തന്നെ ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റിൽ നിന്ന് മറ്റൊരു ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ പുരോഗമനപരമായിട്ടുള്ള നെഹ്റുവിൽ ലെഫ്റ്റ് ഫിനാൻഷ്യൽ കൈകാര്യം ആലോചിക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു നടപടിക്രമവും ഇതിലുണ്ടായിട്ടില്ല എന്ന പരാതിയുണ്ട്. പിന്നെ ഒരു കാര്യത്തിലുള്ള സന്തോഷം,
കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ച ഒരുപാട് കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല വാക്കുകളൊക്കെ പ്രയോഗിച്ച് കുറച്ചുകൂടി നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ കുറച്ച് മെനയോടെ നല്ല കുറച്ച് കടുപ്പത്തോടു കൂടി പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതതുപോലെ തുടരുന്നു. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കൊടുക്കുന്ന 1000 രൂപയുടെ തുടർ നടപടി ഉൾപ്പെടെ കേരളത്തിലെ ആളുകൾ 12 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നാണ്. അതുൾപ്പെടെ ഇന്ദിരാ ക്യാൻറ്റീനിൽ പറഞ്ഞ മറ്റു പ്രഖ്യാപനങ്ങളടക്കം ഇന്ദിരാ ക്യാൻറ്റീൻ കേരളത്തിൽ എല്ലാവരുടെയും ആരംഭിക്കാൻ പോകുന്നു എന്ന കഥയടക്കം ഇത്തരം വിഷയങ്ങളെ എങ്ങനെ സമീപിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണമാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. കുറച്ചുകൂടി ഇനിയിപ്പോ സ്റ്റേറ്റ്മെന്റുകളും എസ്റ്റിമേറ്റ് ഒക്കെ വരാനുണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുണ്ട്. അതുകൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. അവതരണത്തിൽ നിന്ന് പ്രധാനമായിട്ടും കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞ